കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ. അന്ന് നമ്മളിവിടെ വരുമ്പോഴേക്ക് ഈ മരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങ് ദൂരേക്ക് കയറി നിന്നിരുന്നതാണ്. അതിൻ്റെ ചോട് വരെ അതിൻ്റെ നല്ലൊരു ഭാഗവും വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ്. അതിൻ്റെ ചോട് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ്റെ വലയിൽ ഒരു വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ആ ചേട്ടൻ ആ വലയിൽ നിന്ന് ആ മീനെ അഴിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അയ്യപ്പൻ കോവിലിലെ അതിപുരാതനമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇതൊരു അയ്യപ്പൻ കോവിൽ വീഡിയോ ആണെന്ന് ആരും കരുതരുത്. നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് അഞ്ചുരുളി മുനമ്പിലേക്കും ശേഷം അഞ്ചുരുളിയിലേക്കുമാണ്. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരുന്നിട്ടും എൻ്റെ സ്വന്തം നാടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അയ്യപ്പൻ കോവിലിനെ കുറിച്ച് ഒരു വീഡിയോ ഇതുവരെ ചെയ്യാത്തത് എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സംതിങ് സ്പെഷ്യലാണ്. അയ്യപ്പൻ കോവിലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ച് മുകളിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ അയ്യപ്പൻ കോവിലിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പായിരുന്നില്ല എങ്കിൽ എൻ്റെ ഈ പിന്നിലായിരുന്നു ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ പട്ടണം കാണേണ്ടിയിരുന്നത്. അയ്യപ്പൻ കോവിലിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കിവിടെ ചില കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. പക്ഷേ അതിന് അടുത്ത ഫെബ്രുവരി വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ വെള്ളം ഒന്ന് ഇറങ്ങണം. അതിനുശേഷം മാത്രമേ ഇവിടുത്തെ വിശദമായ കാഴ്ചകളെ കാണിച്ച് നിങ്ങളിലേക്ക് ആ വീഡിയോ എനിക്ക് എത്തിക്കാൻ സാധിക്കൂ. എന്തായാലും എന്നോ വരാൻ പോകുന്ന ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ കൂടുതൽ വാചാലനാവുന്നില്ല. നമുക്കിപ്പോൾ നേരെ വെള്ളത്താൽ മൂടപ്പെട്ട അഞ്ചുരുളി മുനമ്പിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും അഞ്ചുരുളി മുനമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് എപ്പോഴും ഈ മുനമ്പിലേക്ക് ഇങ്ങനെ ഓടി വരുന്നതെന്ന്. പക്ഷേ ഇത്തവണ വന്നതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ അഞ്ചുരുളി മുനമ്പ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വലിയ കഥയൊന്നും പറയാതെ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ കൂടെയുള്ള നമ്മുടെ ഷമീർ ബ്രോയാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ പരിചയം കാണും. നമ്മളെവിടെയാണ് കോഴിമല ട്രക്കിങ്ങിന് പോയത് ഒരുമിച്ച്. അപ്പോൾ നമ്മുടെ കോഴിമല ട്രക്കിംഗ് വീഡിയോയിൽ എന്നോടൊപ്പം വന്നിട്ടുണ്ട് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇനിയും പല വീഡിയോകളിലും നിങ്ങളൊരു പക്ഷേ കാണേണ്ടിയും ഇദ്ദേഹത്തെ സഹിക്കേണ്ടിയും വന്നേക്കാം. അപ്പോൾ നമ്മൾ ഈ മുനമ്പിലേക്ക് ഇറങ്ങി വരുമ്പം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന വേരുമരം, ഞാനിട്ടിരിക്കുന്ന പേരാണ് ഇതിന് വേരുമരം എന്ന്. ഈ വേരുമരത്തിൻ്റെ ഇവിടെ വരെ വെള്ളം കയറി കിടക്കുകയാണ്. ഇതിൻ്റെ കുറേ താഴത്താണ് നേരത്തെ വെള്ളം കിടന്നിരുന്നത് ഞാൻ നേരത്തേക്ക് ഇവിടെ വരുമ്പോഴേക്കും. എന്തായാലും ഞാൻ അന്നെടുത്ത കുറച്ച് വീഡിയോസും ഇതിനൊപ്പം നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ മുനമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സമയത്ത് ഈ മുനമ്പിലേക്ക് വരുന്നത്. കാരണം ഈ മുനമ്പ് അഞ്ചുരുളി മുനമ്പെന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ല. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ നടന്ന് അങ്ങേ അറ്റം വരെ എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടിരുന്ന മുനമ്പ് ഇപ്പോൾ ഇല്ല. പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. അന്ന് നമ്മളിവിടെ വരുമ്പോഴേക്ക് ഈ മരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങ് ദൂരേക്ക് കയറി നിന്നിരുന്നതാണ്. അതിൻ്റെ ചോട് വരെ അതിൻ്റെ നല്ലൊരു ഭാഗവും വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ് അതിൻ്റെ ചോട്. അപ്പോൾ അന്നിവിടെ വരുമ്പോൾ ഈ മരവും അതിനോടനുബന്ധിച്ച് ഇങ്ങോട്ടുള്ള ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ കൂടി നല്ല ഗംഭീരമായ ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ വരുമ്പോഴെല്ലാം റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ആ ഇല്ലിച്ചോട്ടിലായിരുന്നു. ആ ഇല്ലിച്ചോടൊന്നും ഇപ്പോൾ ഇല്ല. ആ ഭാഗമൊക്കെ നല്ല ഗംഭീരമായ ഒരു ആംബിയൻസിലുണ്ടായിരുന്നതാണ്. നമ്മൾ കുറേ അങ്ങ് നടന്ന ആ ഇല്ലിച്ചോട്ടിലോട്ട് ചെന്നിട്ട് അവിടുന്ന് പിന്നെ കുറേ അങ്ങോട്ട് മുനമ്പിലേക്ക് കുറേ അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. ആ ഇല്ലിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മൂടി തന്നെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അഞ്ചുരുളി തുരങ്കവും അതിൻ്റെ ഭാഗത്ത് ആ വെള്ളം ചാടുന്നതൊക്കെ കാണാം. അവിടെയൊക്കെ ആ അഞ്ചുരുളി തുരങ്കം കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ താഴേക്കുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം അങ്ങ് ഒരുപാട് കയറി കിടക്കുന്നതുകൊണ്ട് അതൊരു കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് വെള്ളച്ചാട്ടം പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആ അഞ്ചുരുളിയിലെ കൂടുതൽ കാഴ്ചകൾ ഇതിന് ശേഷം നമുക്ക് അഞ്ചുരുളി പോയി അവിടെ എങ്ങനെ ഈ വെള്ളം പൊങ്ങിയത് എങ്ങനെ അനുഭവപ്പെടുന്നു അഞ്ചുരുളിയിലെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇതോടൊപ്പം ഞാൻ നേരത്തെ തന്നെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള കല്യാണത്തണ്ട് മലനിരകളാണ് ഈ മുകളിൽ കാണുന്നത്. അവിടെ നമ്മുടെ കല്യാണത്തണ്ടിലെ കറങ്ങുന്ന വീടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കല്യാണത്തണ്ട് മലനിരകളിൽ ആ കല്യാണത്തണ്ടിൻ്റെ ആ മുകളിൽ നിൽക്കുമ്പോൾ ഈ മുനമ്പ് നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അവിടുന്ന് കാണാം. അവിടുന്ന് ഈ മുനമ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ മുനമ്പെന്ന് പറയുന്ന സംഭവമേ ഇല്ല. പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്.
ഈ അഞ്ചുരുളി മുനമ്പ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ എല്ലാവർക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്ര കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. കാരണം വെള്ളം കയറി നമ്മുടെ മുനമ്പ് പൂർണ്ണമായിട്ടും മൂടിക്കിടക്കുകയാണ്. ഇവിടെ നല്ലപോലെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ചരിത്രാതീത കാലത്തിൻ്റെ ഒരുപാട് അവശേഷിപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അത് ഇച്ചിരി വലിയ പൊടികളുണ്ട്. ഈ കാണുന്നതെല്ലാം ഇടുക്കി ജലാശയത്തിലെ വലിയ മീനുകൾക്കുള്ള തീറ്റ മീനായിട്ട് നിക്ഷേപിച്ചിരിക്കുന്ന മീനുകളാണ്. ഈ മീൻ ഇത്രേ വളരുള്ളെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ അഞ്ചുരുളി മുനമ്പ് പൂർണ്ണമായിട്ടും വെള്ളത്താൽ മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ ഈ കാണുന്ന അഞ്ചുരുളിയിലേക്ക് പോകാം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ മാർഗമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ ഈ അഞ്ചുരുളി മുനമ്പിലെ കരടിയള്ളെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ഗുഹയാണോ? അല്ല. അപ്പോൾ കരടിയള്ളെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാനിതുവരെ വന്നിട്ട് എനിക്കത് എവിടെയാണെന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഷമീർ ബ്രോ പറയുന്നത് നമുക്ക് തപ്പി കണ്ടുപിടിച്ച് അവിടുത്തെ കാഴ്ചകൾ കാണാമെന്നാണ്. ഈ കാട്ടിൽ എങ്ങനെ നമ്മൾ കരടിയള്ള് കണ്ടുപിടിക്കാൻ? ആ ഭാഗത്തായിരിക്കും അല്ലേ നമ്മുടെ കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഒരു അഖിൽ സജി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സബ്സ്ക്രൈബറെ എന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു ത്രില്ലാണ് ഞാൻ. ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഒരു സ്ഥലത്ത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തിനാ നമ്മൾ കളിക്കുക? വോളിബോൾ. ഇവിടെ കോർട്ടുണ്ടോ? ഈ കരടിയള്ളെന്ന് പറയുന്ന സംഭവം ഞങ്ങൾ അതിങ്ങനെ ആ ഭാഗത്ത്. നമ്മുടെ കരടിയള്ളി യാത്ര നമ്മൾ തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ട അഖിൽ സജി എന്ന കൂട്ടുകാരൻ താഴെ കരടിയള്ളി പൂർണ്ണമായും വെള്ളത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കരടിയള്ളി കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേനൽക്കാലത്ത് വന്ന് കാണാം. നമ്മളങ്ങനെ അഞ്ചുരുളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം വെള്ളം ഒരുപാട് ഉയർന്ന നിലയിലാണ്. 2018 ആ വെള്ളപ്പൊക്കത്തോടു കൂടി ഈ അഞ്ചുരുളിക്കരയുടെ ഈ ഭംഗിയെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. അതിനു മുന്നേ ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ എല്ലാം ഇടിഞ്ഞ് ആകപ്പാടെ കുളമായിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾ ഈ സമയത്തൊക്കെ ഈ അഞ്ചുരുളി കാണാൻ വരികയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് ഡെപ്താണ് ഇവിടെ വെള്ളത്തിനുള്ളത്. നമ്മൾ ഒരു കാലം എടുത്തു വെച്ചാൽ തന്നെ നിലയില്ലാത്ത വെള്ളത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വേനൽക്കാലത്ത് ചിത്രീകരിച്ച് വെച്ചാൽ അഞ്ചുരുളിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതോടൊപ്പം കാണിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിവിടെ നിന്ന് നമ്മളിപ്പോൾ വന്ന അഞ്ചുരുളി മുനമ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ നിന്ന് നമ്മൾ ഈ പ്രദേശമൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അവിടെയും കാണാം. അവിടെ പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ചൊന്നും അവിടെ ഇപ്പോൾ മുനമ്പൊന്നും കാണാനായിട്ടില്ല. നമുക്ക് ആ ഇല്ലിക്കൂട്ടം മാത്രം ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഇല്ലിക്കൂട്ടം വെച്ച് മാത്രമേ നമുക്കിപ്പോൾ അഞ്ചുരുളി മുനമ്പ് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുനമ്പ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മൾ നേരത്തെ കണ്ട അഞ്ചുരുളി മുനമ്പിനെ കുറിച്ചും ഈ അഞ്ചുരുളിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഞങ്ങൾ തരുന്നില്ല. എങ്കിലും ഈ കാണുന്ന മലനിരയാണ് നമ്മുടെ കല്യാണത്തണ്ട് മലനിരകൾ. ഇരട്ടയാറ്റിൽ നിന്ന് നമ്മുടെ ഈ കല്യാണത്തണ്ട് മലനിരകളിലൂടെ ഒരു 5.5 കിലോമീറ്റർ ടണൽ നിർമ്മിച്ചാണ് ഈ തുരങ്കം ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഇടുക്കി ഡാം ഏകദേശം അങ്ങോട്ടാണ് ഇടുക്കി ഡാം വരുന്നത്. പിന്നെ നമ്മൾ വന്ന അഞ്ചുരുളി മുനമ്പ് ഇവിടെ ഇങ്ങനെ 2 കൊച്ചു വള്ളങ്ങളൊക്കെ കാണാം. നമ്മൾ ഏത് സമയത്ത് വന്നാലും കുറച്ച് പേര് ഇവിടെ മീൻപിടുത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നവർക്ക് അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ്റെ വലയിൽ ഒരു വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ആ ചേട്ടൻ ആ വലയിൽ നിന്ന് ആ മീനെ അഴിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ്.
അപ്പോൾ നമുക്ക് വേഗം ടണൽ കാഴ്ചകളോടെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും നിരവധി തവണ ഈ അഞ്ചുരുളി കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ അഞ്ചുരുളിയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുവട്ടത്തെക്കുറിച്ചും എല്ലാം അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലും ഇല്ലാത്ത പോലെ ഇവിടുത്തെ ഇങ്ങനെ വിശദമായ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് നമ്മുടെ അഞ്ചുരുളിയിലെ കാഴ്ചകൾ. ജലനിരപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അഞ്ചുരുളിയിലെ കാഴ്ചകളും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഓരോ തവണ ഇവിടെ വരുമ്പോഴും ഓരോരോ രീതിയിലുള്ള കാഴ്ചകളായിരിക്കും. അതുകൊണ്ട് എത്ര തവണ ഈ അഞ്ചുരുളിയിൽ വന്നാലും എത്ര തവണ അഞ്ചുരുളി വീഡിയോ ചെയ്താലും ഞാൻ മടുക്കാറില്ല. അപ്പോൾ അഞ്ചുരുളിയിൽ നിന്നുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ